അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സൂറത്തുൻ നാസിആത്തിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ ഓതി പഠിപ്പിക്കാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സൂറത്തു നബ ഓതി പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല. പല തിരക്കുകൾ കാരണം വീഡിയോ ചെയ്യാനൊന്നും സാധിച്ചില്ല. അതാണ് തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കിത് പൂർത്തിയാക്കാം. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മക്കളെ കൊണ്ട് ആവർത്തിച്ച് വായിപ്പിക്കണം. അത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഈ വീഡിയോ കാണിച്ചു കൊടുത്താണെങ്കിലും അങ്ങനെയും ചെയ്യാം. ഞാൻ പൊതുവെ എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ നിന്ന് ഓതി റെക്കോർഡ് ചെയ്യും. അതവർ വീട്ടിൽ പോയിട്ട് ഓതി കേട്ട് പഠിച്ചലാണ്. രക്ഷിതാക്കളും അവരെ സഹായിക്കും. അപ്പോൾ നമുക്കിനി പുതിയ സൂറത്താണ്. അപ്പോൾ പുതിയ സൂറത്ത് തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണമല്ലോ അല്ലേ? അതെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നാസിആതി. ഇതിൻ്റെ ശേഷം ഓതണം വന്നാസിആതി ഗർഖാ ഗർഖാ വന്നാസിആതി ഗർഖാ. ഇവിടെ നമുക്ക് കാണാം വന്നാസിആതി. ഇവിടെ നൂനിന് ഷദ്ദുണ്ട്. ഇവിടെ ഒരിക്കലും അന്നാസിആത്തി എന്നോതൂല, വന്നാസിആത്തി. ഈ അലിഫ് ലാം ഉച്ചരിക്കൂല. കാരണം ഇത് ഷംസിയ അക്ഷരത്തിൽപ്പെട്ടതാണ് നൂന്. അപ്പം അതുകൊണ്ട് അലിഫ് ലാം ഒരിക്കലും ഉച്ചരിക്കൂല, നേരെ ഇങ്ങോട്ട് വരും. വന്നാസിആത്തി. പിന്നെ രണ്ടാമത്തെ അക്ഷരം കണ്ടില്ലേ? അടുത്ത അക്ഷരം ഏതാണ്? സായാണ്. അപ്പോൾ അതെങ്ങനെ ഉച്ചരിക്കുക? 2 പല്ലും തട്ടിക്കുക. മുൻപല്ല് 2 തട്ടിച്ചിട്ട് വന്നാസി 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 വന്നാസിആതി. ഇവിടെ ഐനാണ്. വന്നാസിആതി. ഒരിക്കലും വന്നാസി ആത്തി എന്ന് ഓതരുത്. ഹംസയാണല്ല, മറിച്ച് ഇവിടെ ഐനാണ് കേട്ടോ. പിന്നെ അതുപോലെ ഗർഖൻ എന്നുള്ളിടത്ത് ഗൈനാണ്. തൊണ്ടയിൽ നിന്ന് വരേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് ഗൈനും ഐനും ഗൈനൊക്കെ. അപ്പോൾ ഗോ എന്ന് ഉച്ചരിക്കണം. ഇത് ഗോ ഗോ. ഇതൊക്കെ നമ്മൾ ഈ ഗൈന് നമ്മളൊക്കെ തൊള്ളയിൽ വെള്ളമാക്കിയിട്ട് പറയാറില്ലേ? വെള്ളം വെച്ചിട്ട് തലമുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥാനമാണിത്. ഇവിടെ പിന്നെ ഖോഫാണ്. കാഫും ഖോഫും വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമാണുള്ളത്, പക്ഷേ ഉച്ചാരിക്കുമ്പോൾ അതിൽ നല്ല വ്യത്യാസം മനസ്സിലാവും. ഒന്ന് ക, ഒന്ന് കോ. ഇവിടെ കോ എന്നാണ്. വന്നാസിആതി ഗർഖാ വന്നാസിആതി ഗർഖാ. നമുക്കിവിടെ ഒരക്ഷരങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംശയമുള്ളവർക്കൊക്കെ ഇതിൽ നോക്കി വായിച്ചു പഠിക്കാം. രണ്ടാമത്തെ ആയത്ത് വന്നാശിതാതി നശ്താ. വന്നാശിതാതി നശ്താ. ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കാണ്ട്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇത് ഷംസിയായ അക്ഷരത്തിൽപ്പെട്ടതാണ് നൂന്. അതുകൊണ്ട് ഇവിടെ വന്നാസി എന്ന് തന്നെ ഉച്ചരിക്കേണ്ടത്. ഒരിക്കലും അന്നാസി എന്ന് ഉച്ചരിക്കരുത്. വന്നാസി. വാവ് കഴിഞ്ഞ നേരെ ഇതാണ് ഉച്ചരിക്കേണ്ടത്. നൂന്. വന്നാശി. പിന്നെ ഇവിടെ തോ എന്നാണ്. തയ്യാറത്തുനൊന്ന് 1ാം ക്ലാസ്സിലെ പാഠത്തിലൂടെ പഠിച്ചിട്ടുണ്ട്.
തോ. വന്നാഷിത്താത്തി. ഇവിടെ ഉച്ചാരണം രണ്ടും വ്യത്യാസമുണ്ട്. ഒരിക്കലും ഇത് രണ്ടും ത ആയിട്ടോ അതല്ലെങ്കിൽ രണ്ടും തോ ആയിട്ടോ ഉച്ചരിക്കാൻ പാടില്ല. വന്നാഷിത്താത്തി. തോ തീ വ്യത്യാസം ഉണ്ടല്ലോ രണ്ടും. തോ തീ. താത്തി അല്ല, തോ തീ. വന്നാഷിത്താത്തി നഷ്താ. ഇവിടെ അവസാനം ത്വ ആണ്. നഷ്താ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻവീൻ ഫത്ഹ് നിർത്തുന്നതിൻ്റെ അവസാനം വന്നിട്ടുണ്ടെങ്കിൽ നഷ്താ എന്ന് പറഞ്ഞാണ് നിർത്തേണ്ടത്. ഒരിക്കലും നഷ്തൻ എന്ന് പറഞ്ഞ് നിർത്തരുത്. വന്നാഷിത്താത്തി നഷ്താ. വന്നാഷിത്താത്തി നഷ്താ. വന്നാഷിത്താത്തി നഷ്താ. നിങ്ങൾ കുട്ടികൾക്ക് ആവർത്തിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് വന്നാഷിത്താത്തി അതൊരു 11 തവണ ആവർത്തിച്ച് വായിക്കാൻ പറയാം. എന്നിട്ട് അടുത്തത് നഷ്താ അതൊരു 7 തവണ. നഷ്താ നഷ്താ. എന്നിട്ട് ഈ 2 വാക്കുകളും കൂട്ടി വായിക്കുക. വന്നാഷിത്താത്തി നഷ്താ അതൊരു 11 തവണ വീണ്ടും ആവർത്തിച്ച് വായിക്കാൻ പറയാം. അങ്ങനെ വായിക്കുന്നതോടുകൂടെ ഒരു 3 മാസം ആകുമ്പോഴത്തേന് കറക്റ്റായിട്ട് കുട്ടികൾ വായിച്ച് പഠിക്കും. അവർക്ക് കാണാത്ത അക്ഷരങ്ങളൊക്കെ പഠിക്കും. ഇനി അടുത്ത ആയത്ത്. അടുത്തത് വസ്സാബിഹാതി സബ്ഹാ. വസ്സാബിഹാതി. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഷംസിയ അക്ഷരത്തിൽപ്പെട്ടതാണ് സീന്. വസ്സ. അപ്പോൾ ഒരിക്കലും വ അസ്സ എന്ന് പറയില്ല കേട്ടോ. കൂട്ടി ഓതുമ്പോൾ അലിഫ് ലാം ഉച്ചരിക്കൂല. വാവ് ഉച്ചരിച്ച ശേഷം നേരെ സീനിലേക്ക് പോവുക. വസ്സാബിഹാതി സബ്ഹാ. ഇവിടെ 2 ഹാകൾ കാണാം. നമ്മൾ മുളക് കടിച്ചു കഴിഞ്ഞാൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ് ഹ. ഹ എന്നല്ലേ. അപ്പോൾ ഹ. വസ്സാബിഹാതി സബ്ഹാ. രണ്ടും ഹ ആയിട്ട് തന്നെ ഉച്ചരിക്കണം, ഹ ആയിട്ട് ഉച്ചരിക്കരുത്. വസ്സാബിഹാതി സബ്ഹാ. വസ്സാബിഹാതി സബ്ഹാ. വസ്സാബിഹാതി സബ്ഹാ. ഈ പറയപ്പെട്ട 3 ആയത്തുകൾ ആവർത്തിച്ച് കൂടുതലായി ഓതി പഠിക്കുക. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ മറ്റു ആയത്തുകൾ വീഡിയോ ചെയ്ത് ഇവിടെ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.